MSC എൽസ 3 കപ്പൽ അപകടത്തിൽ സിവിൽ കേസ് നൽകാൻ എജിക്ക് സർക്കാരിന്റെ നിർദ്ദേശം. MSCയുടെ മറ്റൊരു കപ്പൽ പിടിച്ചുവെക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണമെന്നും ഇന്നലെ എജിക്ക് നൽകിയ കത്തിൽ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇപ്പോൾ ഒരു ക്രിമിനൽ കേസിനൊപ്പം സിവിൽ കേസ് കൂടി, ഇപ്പോൾ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സിവിൽ കേസായിരിക്കും കുറെ കൂടി ഫലപ്രദമെന്ന് സർക്കാരിനോട് നിയമവിദഗ്ധർ സൂചിപ്പിച്ചിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലേ ഇപ്പോൾ ഈ സിവിൽ കേസുമായി മുന്നോട്ട് പോകാൻ എജിയോട് ആവശ്യപ്പെടുന്നത്? വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ക്രിമിനൽ കേസ് എന്നതിനപ്പുറത്തേക്ക് സിവിൽ കേസ് കൂടി ഷൂട്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി സെക്രട്ടറി കൈമാറിയിട്ടുള്ള കത്തിൽ എജിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിന്റെ കത്തിൽ പറഞ്ഞിരിക്കുന്നത് MSC എൽസ 3 കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് സിവിൽ കേസ് ഫയൽ ചെയ്യണം. മുഖ്യമന്ത്രിയാണ് ഈ വിഷയത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ശേഖരിക്കാനും എജിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനമായി വന്ന MSCയുടെ മറ്റൊരു കപ്പൽ പിടിച്ചുവെക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണമെന്നും എജിക്ക് നൽകിയ കത്തിൽ സർക്കാർ ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു. മാരിടൈം കേസ് നടത്തിയുമായി ബന്ധപ്പെട്ട വിദഗ്ധ സംഘത്തെ നിയോഗിക്കണമെന്നും സർക്കാർ എജിയോട് നിർദ്ദേശിച്ചിരുന്നു. വിജയകുമാർ, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് അത്. ഈ മറ്റൊരു കപ്പൽ പിടിച്ചു വെക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണം എന്ന് എജിയോട് ആവശ്യപ്പെട്ടു. അതിന്റെ നിയമ സാധ്യത പരിശോധിക്കാനാണ് പറഞ്ഞത്. ഒപ്പം MSC എൽസ 3 കപ്പൽ അപകടത്തിൽ ഒരു സിവിൽ കേസ് നൽകാൻ എജിയോട് സർക്കാർ ആവശ്യപ്പെടുകയാണ്. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സിവിൽ കേസായിരിക്കും കുറെ കൂടി ഫലപ്രദമാവുക എന്ന് നിയമവിദഗ്ധർ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.